യഥാർത്ഥത്തിൽ ബ്രഹ്മദേവൻ്റെ സൃഷ്ടിശക്തിയും വിഷ്ണുവിൻ്റെ പാലനശക്തിയും മഹാദേവൻ്റെ സംഹാരശക്തിയും ഒത്തിണങ്ങിയ അപൂർവ മൂർത്തിഭാവമാണ് നരസിംഹമൂർത്തിയുടേത്. ശ്രീചക്രത്തിൻ്റെ രക്ഷാദേവത എന്ന് പറയുന്നത് നരസിംഹ ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ വൈഷ്ണവ, ശൈവ, ശാക്തേയം ഈ 3 ക്രമത്തിലും നരസിംഹസ്വാമി മുഖ്യശക്തിയാണ്. പ്രാണശക്തിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നതും നരസിംഹമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 7 ചക്രങ്ങൾ, സഹസ്രാരം മുതൽ കുണ്ടലിനി വരെയുള്ള 7 ചക്രങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. ഇതിൽ ആജ്ഞാചക്രയിലാണ് ഭഗവാന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ധ്യാനം ശീലിക്കുന്നവർ ഭഗവാനെ നമ്മുടെ ആജ്ഞാചക്രയിൽ കണ്ട് ധ്യാനിക്കുക. അതോടെ മഹാ ആജ്ഞാശക്തി നമ്മളിൽ ഉണരും എന്നാണ്. ജപസാധന ചെയ്യുന്നവർ